ആദ്യ 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അതിവേഗത്തിൽ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി കളക്ഷൻ സ്വന്തമാക്കി ഷാഹിർ ചിത്രം വാഴ 2. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന വാഴ 2 എന്ന് പറയുന്ന സിനിമയുടെ 7 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയനായിട്ട് മാറിയ ഷാഹിറിനെ കേന്ദ്ര കഥാപാത്രമാക്കി സബിൻസ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു വാഴ 2 എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ആദ്യ ഭാഗത്തേക്കാൾ വലിയൊരു വിജയം തന്നെയാണ് ചിത്രം രണ്ടാം ഭാഗം സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യ 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ അതിവേഗത്തിൽ ചിത്രം 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ്. അതായത് മലയാളത്തിലെ സീനിയർ താരങ്ങൾക്ക് പോലും നേടാൻ സാധിക്കാത്ത ഒരു അപൂർവ റെക്കോർഡാണ് ഹാഷിറും കൂട്ടരും വന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. മമ്മൂട്ടിക്ക് ഇനി എന്ന് 100 കോടി എന്നാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. രാജേട്ടൻ ചിത്രം എമ്പുരാൻ മാത്രമായിരുന്നു 2 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം. അതോടൊപ്പം തന്നെ രാജേട്ടൻ്റെ തന്നെ തുടരും എന്ന് പറയുന്ന സിനിമ 6 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം നേടിയപ്പോൾ നസ്ലിൻ കല്യാണി ചിത്രം രോഗയും 7 ദിവസം കൊണ്ടായിരുന്നു 100 കോടി ക്ലബിൽ ഇടം നേടിയത്. ഇപ്പോഴത്തെ പാപ്പനെ ആടുജീവിതത്തിനെയൊക്കെ തകർത്തുകൊണ്ട് 7 ദിവസം കൊണ്ട് വാഴ 2 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ്. ഷാജി പാപ്പൻ്റെ അവസ്ഥ വാഴ 2 വരുമെന്നാണ് എനിക്ക് കാണേണ്ടത്. ആദ്യ ആഴ്ച പിന്നിടപ്പോൾ പാപ്പൻ അതിവേഗത്തിൽ 100 കോടി നേടിയെങ്കിലും പിന്നീട് നേരെ താഴത്തോട്ട് വരികയായിരുന്നു. ഇനി ഒരുപാട് മലയാള ചിത്രങ്ങൾ ഈ വരും ദിവസങ്ങളെല്ലാം തന്നെ റിലീസിന് വരുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മികച്ച റെസ്പോൺസുകൾ നേടിയാൽ വാഴ 2 കളക്ഷൻ ഇടിയുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. നിലവിൽ ചിത്രത്തിന് ഇന്നും നല്ലൊരു പ്രീസെയിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 3 കോടി രൂപയോളമാണ് ചിത്രം 8ാം ദിനമായിട്ടുള്ള ഇന്ന് പ്രീസെയിലൂടെ മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന് ഇപ്പോഴും വലിയൊരു മുന്നേറ്റം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നടത്താനും തിയേറ്ററുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കാനും സാധിക്കുന്ന പ്രതീക്ഷകളേറെയാണ്. ഒരുപക്ഷെ ദുരന്തർ എന്ന് പറയുന്ന രൺവീർ സിംഗ് ചിത്രത്തിന്റെ പോലും കളക്ഷനെ മറികടന്നുകൊണ്ടായിരുന്നു ചിത്രത്തിന്റെ വൻ കുതിപ്പ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. കാരണം ബുക്കിംഗ് വലിയ രീതിയിലൊരു കുതിപ്പ് ഹാഷിർ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വരുന്ന ആഴ്ചയും വാഴ 2 ഇതേ കളക്ഷൻ നിലനിർത്താൻ സാധിച്ച ഒരുപക്ഷെ അതിവേഗത്തിൽ 200 കോടി നേടാൻ പോകുന്ന ചിത്രമായിട്ട് വാഴ 2 മാറും. എന്തൊക്കെയാണ് ഈ ഒരു സമ്മർ വെക്കേഷൻ എല്ലാം തന്നെ വിഷു ഈസ്റ്റർ എല്ലാം തന്നെ വാഴ തൂക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷനോട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ വാഴ 2 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ചിത്രത്തിന് 200 കോടി നേടാൻ സാധിക്കുമോ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് കൂടി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.